കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമമാണ് പരുന്തുംപാറ. പരുന്തുംപാറയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനോദസഞ്ചാര കേന്ദ്രമായ ഈ സ്ഥലം പീരുമേടിനും തേക്കടിക്കും ഇടയിലായി പീരുമേട്ടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. പീരുമേട്ടിൽ നിന്ന് 6 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് 25 കിലോമീറ്ററും ദേശീയപാത 220 നിന്ന് 3 കിലോമീറ്ററും അകലെയായാണ് ഈ സ്ഥലം. വളർന്നുവരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. സ്വസ്ഥമായ അന്തരീക്ഷവും കാടിന്റെ നൈർമല്യവും അടുത്തറിയുവാൻ ഒരുപാട് സ്വദേശീയ സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. നഗരത്തിന്റെ തിരക്കും കോലാഹലവും വിട്ട് നിബിഡ വനങ്ങളുടെ ശാന്തമായ ദൃശ്യം ആസ്വദിക്കാൻ ഉചിതമായ മലമ്പ്രദേശമാണിത്. വരുന്ന വഴിയിൽ ധാരാളം തേയിലത്തോട്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. എവിടെയും പച്ചപ്പ് മാത്രമാണ് കണ്ടത്. വളരെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളായിരുന്നു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമരകത്തിനും തേക്കടിക്കും ഇടയിലെ ഇടവേള കേന്ദ്രമായി പരുന്തുംപാറയെ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ജില്ലയിലെ ടൂറിസം വികസന സമിതി തയ്യാറാക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന ഭൂമനോഹാരിത പരുന്തുംപാറയ്ക്കുണ്ട്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ശബരിമല കാടുകൾ ഇവിടുന്ന് കാണാവുന്നതാണ്. മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ ഇവിടെ എത്താറുണ്ട്. വിശാലമായ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 പാടും വളരെ ദൂരത്തോളം ഉള്ള മലനിരകൾ കാണുവാൻ കഴിയും. മഞ്ഞുമൂടി ഇടയ്ക്കിടെ കാഴ്ച മറയുകയും താമസിയാതെ കാറ്റടിച്ച് ദൂരെയുള്ള മലനിരകൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് മനോഹരമായ ഒരു അനുഭവമാണ്. ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കുവാണ് ശരിക്കും. ചില സമയം നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടി തോന്നുന്ന അഗാധമായ കൊക്കയാണ് ആ ഭാഗത്തേക്ക് കാണുന്നത്. ഇവിടുത്തെ ഒരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിരസ്സുമായി അത്ഭുതകരമായ സാമ്യമുണ്ട്. ഇത് ടാഗോർ പാറ എന്ന് അറിയപ്പെടുന്നു. ഭ്രമരം എന്ന ചലച്ചിത്രത്തിലെ ചില പ്രധാന ഭാഗങ്ങൾ പരുന്തുംപാറയിലാണ് ചിത്രീകരിച്ചത്.
കഴുകൻ്റെ തലയോട് സാമ്യം തോന്നിപ്പിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാൽ ആകാശം അടുത്താണെന്ന് തോന്നും. ആയിരക്കണക്കിന് താഴ്ചയിലെ കൂറ്റൻ മരങ്ങളുടെ പച്ചപ്പ് കാണാം. അനന്തമായ ഹരിതാഭമായ വനങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും പക്ഷിക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു ട്രക്കിംഗ് ആനന്ദമാണ്. പരുന്തുംപാറ ഓഫ് ബീറ്റ് യാത്രക്കാരുടെ പ്രിയപ്പെട്ടതാണ്. എനിക്കിത് ശരിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. വളരെയധികം ആസ്വദിച്ച ഒരു യാത്രയായിരുന്നു. ഞാൻ ഈ നടന്നു പോകുന്ന ആ വഴിയുടെ സൈഡിലായിട്ട്, അതായത് ഒരു ഫെൻസിങ് കെട്ടിയിട്ടില്ലേ, അതിന് പുറത്ത് ഈ മലയുടെ സൈഡിലായിട്ട് ഒരു പശു നിന്ന് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. അതെങ്ങനെ അകത്തേക്ക് കയറിയെന്നോ അതെങ്ങനെ പുറത്തേക്ക് തിരിച്ചു വരുമെന്നോ നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കതിൻ്റെ നിപ്പ് കാണുമ്പോഴത്തേക്ക് ശരിക്കും പേടി വരുമായിരുന്നു. അതായത് എപ്പോഴാണ് വീഴുക എന്ന് പറയാൻ പറ്റില്ല, അതുപോലെയാണ് അത് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ചിലപ്പോൾ അങ്ങനെ കയറി ശീലമുള്ളത് കൊണ്ടായിരിക്കും ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മൂടൽമഞ്ഞ് വന്നിട്ട് ഫുൾ മൂടിപ്പോയി. ഞങ്ങൾക്കിങ്ങനെ പരസ്പരം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടൽമഞ്ഞ് വന്ന് മൂടിപ്പോയി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അതുപോലെ തന്നെ കാറ്റടിച്ച് പോവുകയും ചെയ്തു. അതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു ശരിക്കും. ഈ ഭാഗമൊക്കെ വളരെ തെളിഞ്ഞ് കണ്ടിരുന്ന ഭാഗങ്ങളാണ്. ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട് അവിടെയൊക്കെ, ചെറിയ ചായക്കടകൾ അങ്ങനെയൊക്കെ. ഇതുണ്ട്, ദൂരഭാഗങ്ങളൊന്നും കാണാനേ പറ്റുന്നില്ല, എല്ലാം മഞ്ഞു മൂടി നിൽക്കുക. ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.